ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് ആദിപർവം തുടരുന്നു. പക്ഷവും മാസം തിഥി കരണം അയനവും വൃക്ഷവും ശുഭലഗ്നമെന്നിവ വേണം താനും. ഉത്തരായണമിപ്പോൾ വൈശാഖമല്ലോ മാസം, അത്തമം നക്ഷത്രവും ശുക്ലപക്ഷവും വന്നു. തിഥിയും തൃതീയ കേൾവാരണക്കരണവും മധുരാധരീകുലമൗലിമാലികേ ബാലേ. മകരമല്ലോ ലഗ്നം പെരുകെ ശുഭമതും, മകരവിലോചനേ മകനുമുണ്ടായി വരും. അസ്തമിച്ചിതു സൂര്യൻ അടുത്തു മുഹൂർത്തവും ഉത്തരം പറയേണമുത്തമേ സുഭദ്രേ നീ. മൗനാനുവാദമോടെ നിന്നിതു സുഭദ്രയും മാനസേ ജനകനെ ധ്യാനിച്ചു കിരീടിയും. വന്നിതു ശചീദേവി തന്നോടും വിണ്ണോർനാഥൻ പിന്നെയുമുള്ള ദേവസ്ത്രീകളുമൊക്കെ വന്നാർ. വസിഷ്ഠൻ അരുന്ധതി തന്നോടും കൂടെ വന്നു. വസിച്ചു ദേവമുനി നാരദൻ താനും വന്നു. ഭഗിനി മനോരഥമറിഞ്ഞിട്ടെഴുന്നള്ളി ഭഗവാൻ ബലഭദ്രരുറക്കം ബുക്ക ശേഷം. ദേവകി വസുദേവ സാത്യകാദികളോടും ദേവദേവേശനെഴുന്നള്ളിയോരനന്തരം. കാശ്യപ മഹാമുനി ഹോതാവായതു പിന്നെ കാശ്യപീ ദേവ പ്രൗഢന്മാർ പരികർമ്മം ചെയ്താൽ. മംഗല സ്ത്രീകൾ വേണ്ടും കർമ്മങ്ങൾ അരുന്ധതി. മംഗലദേവതയും പൗലോമി ദേവകിയും സദസ്യാദികളെല്ലാം നാരദാദികളല്ലോ. തദത്യത്ഭുതകരം സുഭദ്രാ സ്വയംവരം. ദേവകളോടും ലോകപാലന്മാരോടും കൂടി ദേവേന്ദ്രൻ അഭിഷേകം ചെയ്തിതു തനയനും. ദേവനാരികൾ പാട്ടുമാട്ടവും തുടങ്ങിനാൻ. ദേവദുന്ദുഭികളും ഘോഷിച്ച നാദം പൂണ്ടു. മകുടാംഗദഹാര കുണ്ടല കടകാതി മകനു ശതമകൻ അണിഞ്ഞാനവധി. ഈ വണ്ണം സ്വയംവരമുണ്ടായിട്ടില്ലയെന്നു ദേവകൾ പോലുമൊക്കെ സ്തുതിച്ചാരതു നേരം. ദേവദേവേശനായ കൃഷ്ണന്റെ നിയോഗത്താൻ ദേവേന്ദ്രാദികൾ ചെന്നു നാഗലോകവും